ഒരു 13 സെന്റ് സ്ഥലവും ഒരു ഗംഭീര വീടും കൂടി നമുക്ക് സ്വന്തമാക്കിയാലോ. 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാ, റൂഫ് ചെയ്തിരിക്കുന്ന വീടാ, കേരള തനിമയുള്ള വീടാ. അതുപോലെ തന്നെ നല്ല ഇന്റീരിയർ ആണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കൊട്ടാരമാണെന്ന് എല്ലാവരും പറയുക, അത്രയ്ക്ക് നല്ല വീടാ. അതുപോലെ നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന മുറ്റമാണെങ്കിലും നല്ല ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിരിക്കുക. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും അകത്തുനിന്ന് നോക്കിയാലും പുറത്തുനിന്ന് നോക്കിയാലും സൗകര്യങ്ങൾ കൊണ്ട് നോക്കിയാലും എല്ലാം നല്ല ക്വാളിറ്റി, ഏറ്റവും നല്ല രാജകീയം, ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത്. വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളം കിട്ടുകയും ചെയ്യും, എന്നാൽ വെള്ളം കയറുകയില്ല. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു വീട് നമുക്ക് സ്വന്തമാക്കിയാലോ. ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,05,00,000 രൂപ ചോദിക്കുന്നതേ ഉള്ളൂ, നെഗോഷ്യബിളുമാണ്. അങ്ങനെയുള്ള നല്ലൊരു വീട് നമുക്കിന്ന് സ്വന്തമാക്കിയാലോ. വാ കണ്ടു നോക്കാം. ഒരു വില്ലയാ. ഇതാ നല്ലൊരു വില്ല പ്രൊജക്റ്റിനകത്തേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുക. ഇതാണ് ഉള്ള വീടുകളെല്ലാം നല്ല കേരള തനിമയുള്ള വീടുകളാണ്. ഈ വീടൊക്കെ മീനച്ചൽ ഹോംസ് വഴി ഡീൽ നടന്ന പല വീടുകളുമാണ് ഇതിനകത്തുള്ളത്. ആ ഒരു ഏരിയയുടെ ഒരു വികസനം കാണിച്ചുകൊണ്ട്, ഏരിയയുടെ ഒരു ഡെവലപ്മെൻറ്റ് എന്നാണ് കാണിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ഈ വീടിൻ്റെ ഇപ്പുറത്തെ വീട് തൊട്ടാണ് നമ്മുടെ വീഡിയോ തുടങ്ങിയിരിക്കുന്നത്. നല്ല ഗംഭീരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന വീടെന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് നല്ല, പുറത്തുനിന്ന് നോക്കിയാലും അകത്തേക്ക് കയറിയാലും എല്ലാം നല്ല കിടുക്കാച്ചി വീടാണ്. നേരെ നമ്മൾ ഗേറ്റിൻ്റെ വന്നു. ഗേറ്റ് തൊട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗേറ്റൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു മനുഷ്യൻ വീട് പണിയുന്ന വീട് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തുടക്കം മുതൽ ഉള്ള ഓരോ വർക്കുകളിലും അവരുടെ ആ വീടിൻ്റെ നിലവാരം, ക്വാളിറ്റിയൊക്കെ അവരിട്ടിട്ടുണ്ട്. കാരണം ആ ഗേറ്റെ പിടിക്കുമ്പോൾ തന്നെ അറിയാം, ഗേറ്റിൻ്റെ പൈപ്പൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല പൈപ്പിട്ടൊക്കെ ചെയ്തേക്കുന്നവനാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവൻ വീടിനകത്തും ചെയ്തിരിക്കുന്നത് സൂപ്പറായിരിക്കും. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ മുറ്റമൊക്കെ കണ്ടോ. 13 സെൻറ്റ് സ്ഥലമാണ്. 13 സെൻറ്റ് സ്ഥലത്തിൽ ഇത്രയും മുറ്റം കിട്ടിയിരിക്കും. കാരണം അത്രയും മുറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 13 സെൻറ്റ് സ്ഥലമല്ലേ, 8 സെൻറ്റിലും 10 സെൻറ്റിലും ഒക്കെ വീടുകൾ പണിയുന്ന, ഇതിനേക്കാളും വലിയ വീടുകൾ പണിതിട്ട് മുറ്റം കുറവായിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കൻ മുറ്റമല്ലേ, നല്ല കണ്ടോ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് നല്ല തിളങ്ങി നിൽക്കുക. കാർ പോർച്ചൊക്കെ ആണെങ്കിലും വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ പാകത്തിനുള്ള കാർ പോർച്ചാണ്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുക. സെറാമിക്കോടെ ഇട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ കിണർ എന്ന് പറയുന്നത്. കിണർ നല്ല വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു മേഖലയാണ്. ഇവിടെ കിണർ വെള്ളമുണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകതകളുണ്ട്. കോമൺ ആയിട്ടൊരു കിണർ, ഒരു വലിയ കുളം ഇത്രയും വീട്ടുകാർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാർ പോർച്ച്, നല്ലൊരു ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന പില്ലറുകളുള്ള കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ച് തന്നെയാണ്. അതുകൊണ്ട് ഈ കാർ പോർച്ചൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറുക. സിറ്റ് ഔട്ട് ഒരു ചെറിയ എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടെന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ. മൊത്തം തേക്കൻ തടിയാണ് ചെയ്തിരിക്കുന്നത്. ജനൽപ്പാളികൾ ചുറ്റോടിയിട്ടുള്ള ഫ്രണ്ടിലും ബാക്കിലും ഒക്കെയുള്ള ഡോറുകൾ, ജനൽപ്പാളികൾ തേക്കാണ്. ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട് ഡോറ്, തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ്, തേക്കിൻ്റെ പാനൽ ചെയ്തിരിക്കുന്ന കട്ടള, ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഡോറൊക്കെ നല്ല മനോഹരമായ ഡോറാണ്. സിമ്പിളാണ്, എന്നാൽ നല്ല വർക്കുകളുള്ള ഡോറ് എന്നാണ് പറയാനായിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെയുണ്ട്. അതായത് വാസ്തുപ്രകാരം വീടിൻ്റെ പ്ലാന് ചുറ്റളവെല്ലാം വെക്കുമ്പോഴുള്ള ഗ്യാപ്പ്, അവിടെ ഒരു ടൈലൊക്കെ ഇട്ട്, ഒരു കാർ പോർച്ചിൻ്റെ ടൈലൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ 2-3 ബൈക്ക്, 2 വീലർ കയറ്റി വയ്ക്കാവുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലിപ്പമേറിയ ഒരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അവിടെയുള്ള വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമാസിങ് വർക്കുകളാണ്. നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, മൊത്തം വൈറ്റ് വാമും മാത്രം കൊടുത്തുകൊണ്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ, ഇതെല്ലാമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇത് നല്ല ഭംഗിയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളാണ് ഇവിടെ.
ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതുകൊണ്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളല്ലേ ഈ കാണുന്നത്. പ്രൊഫൈൽ ലൈറ്റുകളും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുകളും കൊണ്ട് മനോഹരമാണ് ഈ സ്വീകരണ മുറി. ഇവിടെ നിന്നുള്ള പാർട്ടീഷൻ വർക്കാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള പാർട്ടീഷൻ വർക്കുകൾ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ നേരെ ഇവിടെ നമ്മുടെ സ്വീകരണ മുറിയിൽ നിന്ന് ഡൈനിങ് ഹാൾ കം ഫാമിലി ലിവിങ് എന്നാണ് ഇതിനെ പറയാൻ പറ്റുക. ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ്ങും കൂടി ഒന്നിച്ച് കൊടുത്തിരിക്കുന്ന അവിടെ TV യൂണിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു സോഫ സെറ്റൊക്കെ ഇട്ട് TV കാണാനായിട്ട് ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് TV കാണുവാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് ഡൈനിങ് ഹാൾ ടേബിൾ ഇടാൻ നല്ല വലിപ്പമുള്ള ഹാൾ എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ഹാളാണ്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഫാമിലി മീറ്റ് വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മകൾ ഇപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ടവരും വീടുകളിലും പ്രാർത്ഥനകൾ വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബ കൂട്ടായ്മകളൊക്കെ വയ്ക്കുക, അയൽവാസികളൊക്കെ വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത്രയും വലിപ്പമുള്ളൊരു ഹാള് അത് അടിപൊളി തന്നെയാണ്. നല്ല വലിപ്പമുള്ള ഹാള് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടുന്ന് 4 ബെഡ്റൂമാണ് നമുക്കുള്ളത്. ഇതാണ് ഒരു കോക്കറി ഷെൽഫായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനോട് സമീപത്താണ് വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. കോക്കറി ഷെൽഫ് നല്ല കോക്കറി ഷെൽഫാണ്. ഇത് മുഴുവൻ തേക്കത്തടി കൊണ്ടാണ് ചെയ്തിരിക്കുക. ഈ വാഷ് കൗണ്ടറൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ തേക്കന്തടി കൊണ്ടുള്ള വാഷ് കൗണ്ടർ. ഇത് കമ്പനി മെറ്റീരിയലുകളാണ്. ഇതെല്ലാം സെറായാണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുക. സെറ പോലെയുള്ള ഏറ്റവും നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഷ് കൗണ്ടർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കിച്ചണിലേക്കൊന്ന് കയറിയ കിച്ചൺ ആദ്യം കണ്ടിട്ട് പോകാം. കാരണം ഇത്രയും മനോഹരമാണ് ഈ കിച്ചൺ. എത്രത്തോളം മനോഹരമാണ് ഈ കിച്ചൺ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് കയറിയ കിച്ചണിൽ കയറി കഴിയുമ്പോൾ അവിടെ ഇലക്ട്രിക് ചിമ്മിനി, സ്റ്റൗവ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. മുഴുവൻ തേക്കന്തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. ഈ ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയും പൈപ്പിലെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തേക്കന്തടികളുടെ ഒരു പ്രളയം തന്നെയുണ്ട് ഇവിടെ തേക്കന്തടിയുടെ. അതുപോലെ തേക്കന്തടിയുള്ള നല്ലൊരു വർക്കാണ് ഇവിടെ. പാലായിലെ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതുപോലെ തടി വർക്കുകൾ, ഇതുപോലെ നല്ല ഒരു കേരള സ്റ്റൈൽ രീതികളിലുള്ള വീടുകൾ, അതൊക്കെയാണ് പാലായിലെ വീടുകളുടെ പ്രത്യേകത. ദൂരദേശത്തു നിന്നുള്ളവർ പോലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഭാഗത്തു നിന്നുള്ളവർ, അതുപോലെ മലബാർ മേഖലയിൽ ഈ പാലായിൽ നിന്നൊക്കെ പോയ ആൾക്കാർ തിരിച്ചു വരുവാനായിട്ട്, അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെല്ലാം പാലായിലേക്ക് വീട് അന്വേഷിച്ച. കാരണം ഇത്രയും ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു നാട് വേറെയില്ല എന്നതാണ്. പാലായി വന്ന് ജീവിച്ചവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഭംഗിയാണ് പാലായിലെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടുത്തെ വീടുകളുടെ മനോഹാരിത അത്രയ്ക്ക് നല്ല മനോഹാരിത കൂടിയാണ്. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ട് ബാങ്ക് ജോലിക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ട്രാൻസ്ഫറായി വന്ന് വർഷങ്ങൾക്ക് 10, 60, 55, 60 വയസ്സിന് ശേഷം റിട്ടയറായി കഴിയുമ്പോൾ മറ്റു നാടുകൾ അന്വേഷിച്ച് പോകില്ല. കാരണം പാലായിൽ ജീവിക്കാൻ അതുപോലെ സുഖമാണ് എന്നാണ് പറയുന്നത്. പാലാക്കാർ അത്രയും നല്ല മനുഷ്യരാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും നല്ലൊരു നാട്ടിൽ ഇത്രയും നല്ല തടി വർക്കുകളോട് കൂടിയുള്ള, ഇത്രയും നല്ല ഇൻറ്റീരിയർ വർക്കോട് കൂടിയുള്ള, ഇത്രയും നല്ല പുറത്തെ വർക്കുകളോട് കൂടിയുള്ള നല്ല ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വില നെഗോഷ്യബിളാണ് കേട്ടോ. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫുള്ള് ലോൺ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ ഉള്ളത് 4 ബെഡ്റൂമാണ് നമുക്ക് കാണാനായിട്ടുള്ള. ഓരോ ബെഡ്റൂമിൻ്റെയും ഡോറുകൾ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുക. ഇതെല്ലാം തേക്കന്തടി കൊണ്ടുള്ള ഡോറുകളാണ്. കട്ടള ആഞ്ഞിലിയാണ്. ഡോറുകളെല്ലാം തേക്കാണ്. അപ്പോൾ തേക്കന്തടി കൊണ്ടുള്ള ഈ ആദ്യത്തെ ഡോർ തുറന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ കയറി. നല്ല ജനൽപ്പാളികൾ, നല്ല സൗകര്യങ്ങൾ, വലിപ്പം കൊണ്ട് നല്ല ബെഡ്റൂം. ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ, അവിടെ നിന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഇതെല്ലാം ഉള്ള നല്ല ഒരു ഇത് തന്നെയാണ്. നല്ല വീട് തന്നെയാണ് ഇവിടെ. ഇവിടെ ടോയ്ലറ്റിലേക്ക് കടന്നു കഴിയുമ്പോൾ നല്ല കട്ട് ചെയ്ത് നല്ല ഡിസൈൻ വർക്കോട് കൂടിയുള്ള ടൈല് വർക്കുകളാണ് നമ്മളിവിടെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റൊക്കെ ആണെങ്കിലും എല്ലാം കമ്പനി ക്ലോസറ്റുകളൊക്കെയാണ്. സെറായാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുക.
കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏകദേശം 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും ഈ വീടിൻ്റെ മേന്മയെ വർദ്ധിപ്പിക്കുകയാണ്. കാരണം നമുക്കൊരു കാര്യത്തിലൊരു ഉപദേശം തേടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് അറിയാവുന്ന ആൾക്കാരോട് ഉപദേശം തേടും. ഇപ്പോൾ മീനച്ചിൽ ഹോംസ് എന്ന് പറയുന്ന നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻസി കഴിഞ്ഞ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പല കാര്യങ്ങളിലും അവരുടെ ചിലപ്പോൾ ഫാമിലി പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യാനായിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പലരും വിളിച്ച് നമ്മളോട് പല അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി ആയിരിക്കും, എന്ത് വിലയിടണമെന്നായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാനായിട്ട് പലരും വിളിക്കാറുണ്ട്. നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എങ്കിൽ, നമ്മുടെ ബിസിനസ് അല്ല എങ്കിൽ പോലും നമ്മൾക്ക് തിരക്കുകളുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവർക്ക് മറുപടി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ, അതായത് മീനച്ചിൽ ഹോംസ് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതായതുകൊണ്ട് അവർക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാമായിരിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളെ വിളിക്കുക. അതുപോലെ തന്നെയാണ് ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇതുപോലെ നല്ലൊരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീട് അത്രയും നല്ല ഭംഗിയായിരിക്കും, അത്രയും ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളത് നമുക്ക് 100% കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് ഇവിടെ. അതായത് നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ ഇത്രയും നല്ല രീതിയിൽ പണിത് കഴിപ്പിച്ചിരിക്കുന്ന വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമാണ് കണ്ടത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലും, ഇപ്പം പല ആൾക്കാരും നമ്മൾ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു വീട് സ്വന്തമായിട്ട് താമസിക്കാൻ പണിത് കഴിഞ്ഞപ്പോൾ ഇനി ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ എനിക്ക് 100% എന്താ ചെയ്യേണ്ടതെന്നറിയാം എന്ന്. കാരണം ജീവിതത്തിൽ ഒരു തവണ മാത്രം നിർമ്മിക്കുന്ന സംഭവമാണ് വീട്. അവർക്കവിടെ കമ്പി എവിടെയാണ്, സിമെൻറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ വിലക്കുറവിൽ എവിടെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നല്ല കമ്പനി സാധനം ഏതാ. സിമെൻ്റ് ആണെങ്കിലും പല ടൈപ്പ് കമ്പനികളുണ്ട്. ഇതിൽ ഏതാ ഏറ്റവും നല്ല കമ്പനി, അല്ലെങ്കിൽ നമ്മൾ വാർക്കയ്ക്ക് കമ്പി എടുക്കുന്നത് എത്ര MM കമ്പിയാണ് ഇടേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ആ ഒരു വീടിൽ നിന്ന് അവർ പഠിക്കുകയാണ്. പിന്നീട് അവർ പറയുന്ന വാക്കുകളാണ്. പക്ഷേ അവർ പിന്നീട് ഒരു വീട് നിർമ്മിക്കാൻ സാധ്യതകൾ കുറവാണ്. പക്ഷേ ഒരു വീട് പണിത് കഴിഞ്ഞപ്പോൾ ഈ കുറവുകൾ മനസ്സിലാക്കി അങ്ങനെ 25 വർഷത്തും കൊണ്ട് ഏകദേശം 1000-ന് മേളിൽ വീടുകൾ നിർമ്മിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം, ഒരു വീട് ഒരു ഉദാഹരണത്തിന് നമ്മുടെ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പ് അത് നനയാതിരിക്കണമെങ്കിൽ ഷെയ്ഡിന് എന്തേരം നീളം കൊടുക്കണം, വീതി കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ അതേസമയം ആ കണക്കില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു മഴ പെയ്യുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് സ്റ്റെപ്പ് നനയുന്നു. പിന്നെ അവിടെ ടഫൻ ഗ്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ഷീറ്റ് ഇട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പിന്നെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഭംഗി കളയേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന വീടുകൾക്ക് ഒരു കുറവുമില്ല, 100% പക്കയായിട്ടുള്ള വീടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളാണ് ഞാൻ കാണുന്നത്. ഇതിൽ കാർ പോർച്ചിൽ നമ്മുടെ പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളതാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളിങ്ങനെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെയുള്ള കബോർഡുകളും തേക്ക് തന്നെയാണ്. അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീട് സ്ഥലവും നേരിൽ കാണുവാനായിട്ട് ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയുമേ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.